ആ ദിവസം എക്സാക്ട് മർദ്ദനത്തിന്റെ ആ ദിവസമാണ് സമരത്തിന്റെ ദിശ മാറ്റിയത് ഡിസൈസീവ് ഡേ. വിദ്യാർത്ഥികളൊന്നും പോലും നോക്കാതെയാണ് പട്ടികളെ അടിക്കും മട്ടിൽ ഡൽഹി പോലീസിന് നരനായാട്ട്, മാരകമായ മുറിവുകൾ കാരണമാകുന്ന പെല്ലറ്റ് ഗൺ പ്രയോഗം, പെൺകുട്ടികൾക്ക് നേരെ നടന്ന അങ്ങേയറ്റം വയലൻസ്, ക്രൂരമായ അതിക്രമങ്ങൾ. ആ ദൃശ്യങ്ങൾ കാണാൻ ഞങ്ങൾക്ക് സമയമില്ല, താല്പര്യമില്ല എന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ കോക്രോച്ച് പരാമർശം മാത്രമല്ല ആ അപ്രൈസിന്റെ കാരണം. ആ വാക്കൊരു വല്ലാത്ത കാലത്തെ രോഷത്തിന്റെ അഗ്നിമർദ്ദം നീറ്റിപ്പൊട്ടിക്കാൻ നിമിത്തമായതേ ഉള്ളൂ. അന്ന് ആർക്കും അറിയാത്തൊരു ചെറുപ്പക്കാരൻ, ഒരു അഭിജിത് ദീപ്കെ, എക്സിൽ വെറുതെ ഒരു വരി കുറിച്ചതാണ്, വാട്ട് ഇഫ് ഓൾ കോക്രോച്ച് കം ടുഗദർ. ഈ പാറ്റകളെല്ലാം ഒരുമിച്ചിരമ്പിയാൽ എന്ത് സംഭവിക്കും? ആ ഒറ്റ വരിയിൽ ഒരു വിദ്യാർത്ഥി യുവജന പ്രതിഷേധത്തിന് മഹാസമുദ്രമുണ്ടായതും ആർത്തിയമ്പ രോഷത്തിൽ കടപുഴങ്ങി ആഞ്ഞു വീടുന്നത് കേവലം ഒരു കേന്ദ്രമന്ത്രിയല്ല, ആരാലും ചോദ്യം ചെയ്യാൻ കഴിയാത്തൊരു ഇൻവിൻസിബിൾ അതോറിറ്റേറിയൻ സർക്കാർ എന്നൊരു 56 ഇഞ്ച് കോൺഫറൻസിനാണ് അടിത്തറയിളക്കി ആഞ്ഞടിച്ചു വീണ ആഘാതം. ആ കേന്ദ്രമന്ത്രിസഭയിലെ കേവലം ഒരു മന്ത്രിയല്ല ധർമ്മേന്ദ്ര പ്രധാൻ, മോദിക്കും ഷായ്ക്കും പ്രിയപ്പെട്ടവൻ, RSSനും ബജരംഗ് ദളിനും അങ്ങേയറ്റം പ്രിയപ്പെട്ടവൻ, ബീഹാറിലും ഒഡീഷയിലും അടക്കം ലക്ഷ്യം തെറ്റാത്ത ഷാർപ്പ് ഷൂട്ടർ. ആ മന്ത്രിയോട് ഇറങ്ങിപ്പോകാൻ പറയണമെങ്കിൽ അത് യുവരാഷ്ട്രത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന തിരിച്ചറിവാണ് രാഷ്ട്രീയ ഗതികേടിന്റെ പരകോടി. പോയ 12 വർഷങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ ടൂൾ കിറ്റ് ഇവിടെയും ഇറക്കി നോക്കിയതാണ്. അമേരിക്കൻ ഫണ്ട്, പാകിസ്ഥാൻ പിന്തുണ, ആതങ്കവാദി, തേങ്ങാപ്പിണ്ണാക്ക്, പറയാൻ കഴിയാവുന്ന പച്ചക്കള്ളങ്ങൾ പരമാവധി പറഞ്ഞിട്ടും സ്വന്തം വീട്ടുകാരെ പോലും കളിയാക്കുന്ന മട്ടിൽ മാനം കെട്ടുപോയ ഒരു IT സെല്ലാണ്. 17ഉം 18ഉം വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികളെ ലാത്തികൊണ്ട് കുത്തുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടും അവരെ ആന്റി നാഷണൽ ഗൂണ്ടകൾ എന്ന് നാണമില്ലാതെ അധിക്ഷേപിച്ച് ചില സർക്കാർ വിലാസം മാധ്യമ സാറന്മാർ ഇന്നു രാത്രി സമാധാനമായി ഉറങ്ങില്ല. ആ ഉറക്കമില്ലാത്ത രാത്രിക്ക് ജനാധിപത്യ രാജ്യത്തിന്റെ ആശംസകൾ. മോദി തേരി, താനാഷാഹി, നഹി ചലേഗി മുദ്രാവാക്യങ്ങൾ, വന്ദേ മാതരം, ഇൻകുലാബ്, ജയ് ഭീം മുദ്രാവാക്യങ്ങൾ വീണ്ടും വീണ്ടും ഇന്ന് കേട്ടു. ഒരു മന്ത്രിപ്രധാനിയുടെ പതനമുറപ്പിച്ച ജഡ്ജിക്കരുത്തിലാണ് അധികാരത്തിന്റെ മുഖത്തേക്ക് നോക്കി 29 വയസ്സുകാരൻ അംബേദ്കറിന്റെ കയ്യിലേന്തി അസാധ്യ രാഷ്ട്രീയ ബോധ്യത്തിൽ ആർജവത്തിൽ പറയുന്നു, ലാത്തി കൊണ്ട് മണ്ടയടിച്ചു കയറിയാൽ, ആതങ്കവാദി ചാപ്പയടിച്ചാൽ കിടുങ്ങി വിറക്കാൻ വാപൂട്ടി വെക്കാൻ വേറെ ആളെ നോക്കണം സർക്കാരെ. ധർണാമോ ധറാവമോ തിനി അങ്ങനെ പേടിക്കാൻ സൗകര്യമല്ല സാർ, ഇത് രാഷ്ട്രത്തിന്റെ യുവശക്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.